4 മരുന്നുകളുള്ളിൽ ഏതോ ഒരു മരുന്ന് എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ അമിതമായി കയറിയതുകൊണ്ടാണ് ഈ മരണം. അറിയാമോ? എനിക്കറിയാമോ? പാസാച്ചവളാണ് ഇതാ എന്റെ മോളെ. അതുകൊണ്ട് അവർ കൊന്നാണ് എന്നെ. 1/2 മണിക്കൂറും 10 മിനിറ്റും ഉള്ള ഓപ്പറേഷൻ. അറിയാം, നിങ്ങൾക്ക് അറിയാം. അതുപോലെ 1 മണി വഴി കയറി പോവാ. എന്റെ കുഞ്ഞിനെ ഒരുക്കി നിർത്ത് സ്കൂളിൽ കൊണ്ടുപോകാം. ഞാൻ നോക്കിയിരിക്കാം സ്കൂളിൽ കൊണ്ടുപോകാൻ. ആലപ്പുഴയിലെ ഈ കണ്ണീരിന് ആര് സമാധാനം പറയും? എന്ത് നടപടിയിലേക്ക് കടന്നു ഇത്ര ദിവസമായിട്ടും എന്നുള്ളതാണ് ഇനി ന്യൂസ് ട്രെൻഡ്സ് പരിശോധിക്കുന്നത്. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിനെതിരെയാണ് കൈക്കൂലി ആരോപണം ഉയർന്നിരിക്കുന്നത്. 3 പേരാണ് പരാതിയുമായി രംഗത്തു വന്നത്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച ആശയുടെ പക്കൽ നിന്ന് ഡോക്ടർ സുഞ്ജിത്ത് കൈക്കൂലി വാങ്ങിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അവർ പറയുന്നത് കേട്ടിട്ട് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതെ, എൻ്റെ 1500 രൂപ മേടിച്ചിട്ടുണ്ട്. മേടിച്ച് അവിടെ വരുന്ന അത്ര ശസ്ത്രക്രിയക്ക് വരുന്ന എല്ലാവരുടെയും മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരാളുടെ മാത്രം മേടിക്കത്തില്ലല്ലോ. ഞാൻ സിസേറിയൻ റൂമിന്റെ തൊട്ടിപ്പുറത്ത് ജസ്റ്റ് അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ചെറിയൊരു റൂമുണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ നിന്ന് പൈസ കൊടുത്ത പൈസ മേടിച്ച് പോയി. അതായത് കൊച്ചിനെ കൊണ്ട് കാണിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ അകത്തോട്ട് വിളിച്ച് അത് കൊടുത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് പൈസ മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നു 16-ാം തീയതിയോ 17-ാം തീയതിയാണ് ആശ പോകുന്നത്. ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ അനസ്തേഷ്യ ഡോക്ടറിന് പൈസ കൊടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കണമെന്നുണ്ട്. എനിക്കൊന്ന് 2000 രൂപ കണ്ടെന്ന് തോന്നുന്നു കൊടുത്തത്. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അനസ്തേഷ്യ ഡോക്ടറിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യ ചെയ്ത് തൊട്ട് എനിക്ക് സുർജിത്ത് ഇതേപോലെ വയറിലൊരു മുഴ ഉണ്ടായിരുന്നു. അത് എടുത്തു കളയാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പം അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ നമ്മുടെ ഇത് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ഉമ്മാൻ്റെ കാര്യം പൈസ കൊടുത്തു. ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അല്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ജീവൻ്റെ വിലയായതുകൊണ്ട് മനുഷ്യൻ പൈസ കൊടുക്കും. 2 രൂപ സംതിങ് വാങ്ങിച്ചിട്ടുണ്ട്. സർജറിക്ക് മുമ്പല്ല, സർജറി കഴിഞ്ഞ് ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വന്ന് കളക്ട് ചെയ്യുക. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഒരു ജീവൻ നഷ്ടമാകുന്നു, അതിനുശേഷം ഇതേ ഗുരുതര പിഴവ് ആവർത്തിക്കുന്നു, മറ്റൊരാൾ കിടപ്പിലാകുന്ന സാഹചര്യം. ഇത്തരത്തിൽ നിരന്തരം ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ അവിടെ നിൽക്കുമ്പോൾ ഇതുവരെ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്, ഈ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുക, ഒരു സർക്കാർ ആശുപത്രിയിൽ വളരെ സാധാരണക്കാരായ മനുഷ്യരോട് കൈക്കൂലി വാങ്ങുക എന്ന മറ്റൊരു ഗുരുതരമായ വിഷയം. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് ആലപ്പുഴയിലെ ഈ വനിതാ ശിശു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്ത് നടപടിയിലേക്ക് ഇത്ര ദിവസമായി കടന്നു? എന്താണ് കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയുടെ ഒരു പൊതുജനാരോഗ്യ രംഗം നോക്കുക എന്നുള്ളതാണ്. അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ജനറൽ ആശുപത്രി, ഒപ്പം തന്നെ വനിതാ ശിശു ആശുപത്രി, ഈ 3 പ്രധാനപ്പെട്ട ആശുപത്രികൾ മാത്രമാണ് ആലപ്പുഴയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാനായി കഴിയുന്നതെന്നുള്ളതാണ്. അതായത് ആലപ്പുഴയിൽ അത്തരത്തിൽ സ്വകാര്യ മേഖലയിലൊന്നും പ്രധാനപ്പെട്ട ആശുപത്രികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം വരുന്ന തീരദേശമടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഉള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് ഈ ആശുപത്രിയെ ആശ്രയിച്ച്, വനിതാ ശിശു ആശുപത്രിയെ ആശ്രയിച്ച് പ്രസവത്തിനും പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കും കുട്ടികളുടെ ചികിത്സയ്ക്കുമായി എത്തുന്നത്. അവിടെയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം, ആശ എന്ന യുവതി, 31 വയസ്സുകാരിയായ ആശ എന്ന യുവതി സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായി, സൗജന്യ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ എത്തുകയും പിന്നീട് ഗുരുതരമായ ഹൃദയ ആഘാതമുണ്ടാവുകയും പുള്ളിക്കാരി മരിക്കുകയും ചെയ്തു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശയ്ക്ക് ആ മരണം സംഭവിക്കുമ്പോൾ അതിൽ അനസ്തേഷ്യയുടെ പിഴവാണ് എന്നുള്ള ഗുരുതര ആരോപണം ആ കുടുംബം ഉന്നയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും, ആശയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത്തരത്തിൽ സർജറിക്കിടയിലുണ്ടായ കോംപ്ലിക്കേഷനാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് 5 ദിവസത്തെ വ്യത്യാസത്തിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 5 ദിവസത്തെ വ്യത്യാസത്തിൽ അടുത്ത കേസ് ഉണ്ടാകുന്നത്. അഞ്ജലിക്കും ഹൃദയ സംബന്ധമായ വലിയ തകരാറുണ്ടാകുന്നു. ECGയിൽ വലിയ വേരിയേഷൻ ഉണ്ടാകുന്നു. കോംപ്ലിക്കേറ്റഡ് ആയ പേഷ്യന്റിനെ രാവിലെ 10:30 സർജറി കഴിഞ്ഞ പേഷ്യന്റിനെ രാത്രി 9 മണിക്കാണ് റെഫർ പോലും ചെയ്യപ്പെടുന്നതും പിന്നീട് മരണാസന്നയായ സാഹചര്യത്തിലേക്ക് എത്തുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയുമാണ് ചെയ്തത്.
ഈ ആശുപത്രിയുടെ കുറച്ച് ദിവസങ്ങളായി ഈ ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ അനസ്തേഷ്യ വിഭാഗത്തിന്റെ അപാകതയാണ്, അതായത് അനസ്തേഷ്യ വിഭാഗത്തിന്റെ പാളിച്ചയാണ് ഹൃദയാഘാതത്തിലേക്ക് 30 വയസ്സ് ആശയ്ക്ക് ഉള്ളത് 2 കുഞ്ഞുങ്ങളാണ്. ആ 2 കുഞ്ഞുങ്ങൾ അനാഥമായി. അത്തരത്തിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചെന്ന് പറയുമ്പോഴാണ് ഈ ഡോക്ടർക്കെതിരെ ഗുരുതരമായ മറ്റൊരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ മരിച്ച ആശയുടെ കുടുംബത്തിൽ നിന്നും ആശ സർജറിക്ക് വിധേയയാകുന്നതിന് സർക്കാർ നടത്തുന്ന സൗജന്യ ശസ്ത്രക്രിയയാണിത്. ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് മുമ്പ് ആശുപത്രിയിലെ ഡോക്ടർക്ക് സർക്കാർ നിയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ഡോക്ടർ 2000 രൂപ കൈക്കൂലി ഗുരുതരമായ വിഷയവും ഞാൻ ശരണ്യയിലേക്ക് വരാം. ഇപ്പോൾ അഞ്ജലിയുടെ ഭർത്താവ് പ്രമോദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രമോദ്, അഞ്ജലി സുഖമായിരിക്കുന്നു, ഭേദപ്പെട്ടു ആരോഗ്യസ്ഥിതി എന്ന് കരുതുന്നു. എന്താണ് അവസ്ഥ? ഇതിൽ പരാതിപ്പെട്ടോ? എവിടെയൊക്കെ പരാതിപ്പെട്ടു? എന്ത് നടപടി വേണമെന്നാണ് ആവശ്യം? പരാതി ഞാൻ എങ്ങും കൊടുത്തിട്ടില്ല. ഞാനൊരു TV റിപ്പോർട്ട് ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് DMIക്ക് പരാതി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വേറൊരാൾക്കും ഇതേപോലത്തെ ഒരു അനാസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെ ഇത് തന്നെ കഴിഞ്ഞ എന്റെ വൈഫിന് മുമ്പ് ഇതേപോലെ ഒരു അനാസ്ഥ ഉണ്ടായി. അത് കഴിഞ്ഞ് അവരതൊന്നും നോക്കാതെ പോലും വീണ്ടും അതേപോലെ തന്നെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനം അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുള്ള യാതൊരു പ്രയോജനമില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് ആ ആശുപത്രിയിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് കരുതുന്നത്? എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളൂ. അവിടെ സ്ഥിരം ഇത് നടക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന പൈസ മേടിക്കുന്നുമുണ്ട്. ആരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമാണ്. അത് റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇതേപോലെ എല്ലാവരും കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. ഇതിൽ സമാന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടോ? താങ്കൾ സംസാരിച്ചോ അങ്ങനെ അവരോടെങ്കിലും? ഞാൻ എന്റെ വൈഫിനെ കൊണ്ട് വണ്ടാനത്തോട്ട് പോയി കഴിഞ്ഞ് അവിടെ WNC ഇതേപോലെ കേസുകൾ വരുന്നുണ്ട്. കുട്ടികളുടെ ആണെങ്കിലും അല്ലെങ്കിൽ മാതാവിന്റെ ആണെങ്കിലും കേസുകൾ വരുന്നുണ്ടോ ഇഷ്ടം പോലെ. അതൊരു ദിവസം നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തോരം വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട്. നിരന്തരം ഇത്തരത്തിൽ പ്രശ്നമുണ്ടായിട്ടും നിങ്ങൾ ആശുപത്രിയിൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമ്പോൾ ആശുപത്രി അധികൃതർ എന്താണ് പ്രതികരിച്ചത്? ആക്ച്വലി ഇത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇവരെന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞു വൈഫിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജനറ്റിക് ആയിട്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല. അത് കഴിഞ്ഞ് പറഞ്ഞ് ശസ്ത്രക്രിയ ഇടയ്ക്ക് വൈഫിന് ചെറിയ ശ്വാസം മുട്ടലും ബോധക്ഷയം പോലെ ഉണ്ടായി. അപ്പം അതുകൊണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു. പറഞ്ഞില്ല, അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലം എന്റെ വൈഫിന് പ്രീവിയസ് ഹിസ്റ്ററിയിലില്ല. ആദ്യത്തെ പ്രസവം അവിടെ തന്നെ നടന്നത്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരെനിക്ക് ഒരു ടെസ്റ്റിന് ബ്ലഡ് വരികയും അത് ഞാൻ വണ്ടാനം ശങ്കേശി പോയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്റെ റിസൾട്ട് ഞാൻ 1 മണിക്ക് കൊണ്ട് 1:30 ആയപ്പോൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ടും അവർ അതിനെപ്പറ്റി എന്റെ അടുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞില്ല. വൈകിട്ടാണ് എന്റെ അടുക്കൽ ഒരു 6:30 ആയപ്പോഴാണ് ഈ പറയുന്ന ചെറിയൊരു കാര്യമുണ്ട്, ചെറിയൊരു വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, നമുക്ക് വണ്ടാനത്തൊട്ട് മാറ്റുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാനപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് പ്രൈവറ്റിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവർ വന്നില്ല, പ്രൈവറ്റിലോട്ട് വരാൻ പറ്റത്തില്ല, നമുക്ക് വണ്ടാനത്തോട്ട് പ്രിഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, എനിക്ക് അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞും പിന്നെ ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വണ്ടിയും എല്ലാം സെറ്റായിട്ട് പോയത്. പിന്നെ അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്ന ട്യൂബ് തന്നെ അവർ റോങ് ആയിട്ടാണ് തന്നത്. ആദ്യം തന്നത് ഒരു നീല ഇതിനകത്തും പിന്നീട് അതല്ല ഈ ടെസ്റ്റിന് ഈ ട്യൂബ് അല്ല എന്നും പറഞ്ഞ് അവിടുന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടാണ് വേറെ ട്യൂബിൽ ഞങ്ങൾക്ക് ബ്ലഡ് തന്നത്. അപ്പൊ താങ്കൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു? ഞാൻ പരാതി DMIക്ക് നെക്സ്റ്റ് പരാതി കൊടുക്കാന്ന് വിചാരിച്ചു. ശരി, നന്ദി പ്രമോദ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ആശയുടെ ഭർത്താവ് ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഏറെ ദുഃഖകരമായ അവസ്ഥയാണ് എന്നറിയാം, എങ്കിലും ചോദിക്കട്ടെ, പരാതിപ്പെട്ടോ? എന്തെങ്കിലും നടപടി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമ്മളൊക്കെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെ വീണ ജോർജ് കഴിഞ്ഞ ദിവസം തമിഴ് വരെ വന്നിട്ട് പോലും നമ്മുടെ വീട്ടിലോ ഒന്നും വന്നിട്ടില്ല. ഇപ്പം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പം മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും മെഡിക്കൽ ബോർഡ് കൂടി ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ട് പോലും ഇല്ല ഇതുവരെയായിട്ട്. ഇതിൽ ആർക്കൊക്കെയാണ് താങ്കൾ പരാതിപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ അവിടെ മെയിനായിട്ട് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഈ ലാപ്രോസ്കോപ്പി ചെയ്തിരിക്കുന്നത്. പിന്നെ അനസ്തേഷ്യ ഡോക്ടർ സുർജിത്ത്. ഈ അനസ്തേഷ്യ ഡോക്ടർ ഇവരൊക്കെ ചെയ്യുമ്പോഴും ഈ ചെയ്ത സമയത്തൊക്കെ ഈ നമ്മള് പൈസ കൊടുത്തിട്ടുണ്ട് ഈ സുർജിത്തിന്, ഈ അനസ്തേഷ്യ ഡോക്ടറിനൊക്കെ പൈസ. അതെപ്പോഴാണ്? സർജറി നടക്കുമ്പോഴാണോ ആവശ്യപ്പെട്ടത്?
അതെ, ശസ്ത്രക്രിയക്ക് മുമ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശസ്ത്രക്രിയക്ക് മുമ്പ് ആവശ്യപ്പെട്ടതായിരുന്നു പൈസ. അപ്പൊ തന്നെ കൊടുക്കാനും പറഞ്ഞു. കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ആ സമയത്ത് താങ്കൾ ചോദിച്ചില്ലേ ഇത് സൗജന്യമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്, സർക്കാർ ആശുപത്രിയാണ്? സൗജന്യം. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും കെയർ കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഇതേ കൊടുത്തു കഴിഞ്ഞപ്പോ നോക്കിയേ എന്റെ അവസ്ഥ നോക്കിയേ. ഇതിൽ എന്ത് നടപടി? ഇപ്പം ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നറിഞ്ഞു. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുകയായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ അവിടെ തകഴിയിൽ വന്നിട്ട് പോലും അങ്ങോട്ട് എത്തി നോക്കിയില്ല എന്നുള്ള താങ്കളുടെ പരാതിയും ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ആശുപത്രി അധികൃതർ ഈ സംഭവം നടന്നതിന് ശേഷം ആശുപത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? അവര് പറയുന്നത് ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടുള്ള രീതിയിലാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ അവിടുത്തെ WCയിലെ സൂപ്രണ്ടിനെ കണ്ടപ്പോഴും അവര് ഇത് അന്ന് ഒരാളെ ഉള്ളായിരുന്നു, എങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ ഉള്ള ഒരാളുള്ളത് കൊണ്ട് ഒരു ജീവൻ നഷ്ടമായി എന്നാണോ? അവര് പറയുന്നത് ഇതൊരു നോർമൽ ഇതാണെന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കുന്നതൊക്കെ. ഇത് നമുക്കറിയാം ഇത് അവരുടെ കയ്യിൽ നിന്ന പാകപ്പിഴയെന്ന് അറിയാം. എന്നിട്ട് പോലും അവർ ഒന്നും നോക്കുന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ടുണ്ട് ഇത് സർജറിക്കിടയിൽ വന്ന അപാകതയാന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു അന്വേഷണത്തിന് ഒന്നും മെഡിക്കൽ ടീം ഒന്നും ഇതുമായിട്ട് നമ്മളോട് വന്നിട്ടില്ല. ശരി, നന്ദി ശരത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ IMA പ്രതിനിധി ഡോക്ടർ സുൽഫി നൂഹ് ചേരുന്നുണ്ട്. ശ്രീ സുൽഫി നൂഹ്, ഇവിടെ ആലപ്പുഴ ആശുപത്രിയാണ്, നമ്മൾ ഈ വിഷയത്തിൽ നേരത്തെയും സംസാരിച്ചിട്ടുള്ളതാണ്. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിലാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിക്കുന്നു. അതിനുശേഷം അതേ പ്രശ്നം ആവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരാൾക്ക് ഹൃദയാഘാതം വരുന്നു, ഗുരുതരാവസ്ഥയിലാകുന്നു. ഇതുവരെ ഇതിലൊരു നടപടിയോ ഇല്ലെങ്കിൽ ഇത്രയും പോലും ആളുകളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഡോക്ടർമാരുണ്ടായിട്ട് അതിലൊരു നടപടിയോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. ഒരു ജീവൻ നഷ്ടമായിട്ട് പോലും അതിലാരും ശ്രദ്ധിക്കുന്നില്ല. സംഘടനയ്ക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും? ഈ ആശുപത്രിയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു മരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ എന്താണ് അതിന്റെ കാര്യം, എന്താണ് അതിന്റെ കോസ്, മരണത്തിന്റെ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രോഗി മരിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ഇമോഷണലായിട്ട് നമ്മൾ ആ കാര്യത്തെ കാണുകയും ആ കാര്യത്തിന് വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള താമസം ഉണ്ടാവുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുവരികയാണ്. ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ചികിത്സ ഒരു ഡോക്ടറും ഏതെങ്കിലും ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ. ശരി, ചികിത്സയിലെ പിഴവ് ഞാനൊന്ന് ഇടപെടുകയാണ്. ചികിത്സയിലെ പിഴവ് നമുക്ക് മനസ്സിലാക്കാം. ചികിത്സയിൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, അതിരിക്കട്ടെ. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായി നടത്തുന്ന ശസ്ത്രക്രിയയിൽ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ 2000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. അതിനെ എങ്ങനെ ന്യായീകരിക്കും? ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷികം വാങ്ങുകയോ അല്ലെങ്കിൽ കൈക്കൂലിയോ മറ്റു കാര്യങ്ങളോ സഹായമോ ആവശ്യപ്പെടുകയോ അത് വാങ്ങുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. അത് മുൻകാലങ്ങളിലും എല്ലാ കാലവുമുള്ള നിലപാട് തന്നെയാണ്. അത്തരം അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളെ ശക്തമായിട്ട് അന്വേഷിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരാഴ്ചക്കിടെ ഇത്തരത്തിൽ 2 കേസ് ഉണ്ടാവുന്നത് ഏതെങ്കിലും താങ്കളുടെ അനുഭവത്തിൽ, താങ്കളുടെ ഇത്രയും കാലത്തുള്ള സർവീസിൽ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ഗുരുതരമായ ഈ വിഷയം ഒരാഴ്ചക്കിടെ 2 തവണ ഉണ്ടാകുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമീപിക്കുന്ന സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അതെന്തുകൊണ്ടാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത്? പോലീസോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇതിലൊരു നടപടിയിലേക്ക് കടക്കാത്തത്? ഈ ആശുപത്രിയിൽ ഞാൻ അതാണ് ഈ കാര്യത്തിലെ മരണം സംഭവിക്കാനുള്ള കാരണം എന്താണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കാതെ ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും ശരിയായിരിക്കില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. ചികിത്സയുടെ ഭാഗമായിട്ട് മെഡിക്കൽ ആക്സിഡൻസ്, അതായത് ആശുപത്രി ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു രോഗിയുടെ മരണത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗിക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റ് അസുഖങ്ങളിലേക്ക്, കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് സ്വാഭാവികമായ ഒരു 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 ഔട്ട്കം ആയിട്ട് വരുന്ന പല സാഹചര്യങ്ങളും നിലവിലുണ്ട്. നാം രണ്ടിനെയും രണ്ടായിട്ട് കാണണം. ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നോ ചികിത്സിക്കുന്ന മറ്റു ആൾക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതും ഒരു മെഡിക്കൽ ആക്സിഡന്റും രണ്ടും അതായത് നമ്മൾ ഒരു മനഃപൂർവ്വം ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മളൊരു ആക്സിഡന്റ് മറ്റേതെങ്കിലും വാഹനത്തിലോ ആൾക്കാരെ ഇടിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അപകടങ്ങൾ ഉണ്ടാകുന്നതും രണ്ടാണ്. ഈ മെഡിക്കൽ രംഗത്തും അത്തരം ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരം മരണമോ മറ്റു കാര്യങ്ങളോ സംഭവിക്കുന്നത് ചികിത്സാ രംഗത്തെ ചരിത്രത്തിൽ എല്ലാ കാലവും ഉള്ളതാണ്. അപ്പൊ അതിൽ എന്താണ് സംഭവിച്ചത്? ഒരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഗുരുതരമായ കൃത്യവിലോപം നടന്നു. അല്ല, അത് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. ഞാൻ അതിൽ ഡോക്ടർമാരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്. അതിൽ പലതും സംഭവിക്കാൻ, രോഗിയുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മരണം സംഭവിക്കാം. അത് താങ്കളുടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ മരണത്തോട് മല്ലിടുന്ന ഒരു സ്ത്രീയോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. അതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ആ ഒരു വിഷമം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് രണ്ടാണ്. ഒരു അഴിമതി നടന്നിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സംഘടന ഒരു കാലത്തും അത്തരം കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ അത്തരം ആക്ഷൻ എടുക്കുകയോ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷെ മരണം എന്താണ്, അഴിമതി എന്താണ്, ശാസ്ത്രം എന്താണ്, ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ആക്ഷൻ, ഇത് രണ്ടായിട്ട് കാണണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ശരി, ഈ മരണം നടന്നു, രണ്ടാമത്തെ കേസ് ഇത്രയും ഗുരുതരാവസ്ഥയിൽ നിൽക്കുമ്പോൾ പിന്നീട് വീണ്ടും എങ്ങനെ സാധിക്കുന്നു? അതെന്തൊരു കാര്യമാണ്? അത് എത്തിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഡോക്ടറാണ് എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു ആശുപത്രിയിൽ പോകുന്നു, സർവീസ് ചെയ്യുന്നു എന്നുള്ളത് ഇത് സംഘടന ഇടപെടേണ്ടതല്ലേ? എല്ലാ സംഘടനകളും ഇടപെടേണ്ടതല്ലേ? ഇത് തിരുത്തപ്പെടേണ്ടതല്ലേ? കാലങ്ങളായി ഇത് തുടരുന്നു എന്ന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതല്ലോ. ചികിത്സയുടെ അപാകതയും ഒരു അഴിമതിയും തമ്മിൽ രണ്ടായിട്ട് കാണണം. അപ്പോൾ അഴിമതിപരമായ അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരം എത്തിക്സിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഘടന അന്വേഷിക്കാറുണ്ട്, അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഈ കാര്യത്തിലും അത്തരം വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘടനയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ രണ്ടിനെയും രണ്ടായിട്ട്, അതായത് IMA ഇത് കൃത്യമായി അന്വേഷിക്കും. ഇത്തരത്തിലൊരു കൈക്കൂലി എന്ന ഗുരുതര ആരോപണം ഇവർ ഉന്നയിക്കുന്ന സാഹചര്യം താങ്കൾ അന്വേഷിക്കുമെന്നാണോ പറയുന്നത്? ഇത്തരം ആരോപണങ്ങളെ കുറിച്ചുള്ള പരാതികൾ എല്ലാ കാലവും അന്വേഷിക്കാറുണ്ട്. ഈ വിഷയത്തിലും എന്താണ് സംഭവിച്ചുള്ളത് തീർച്ചയായിട്ടും സംഘടന പരിശോധിക്കും. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരിച്ചതിന്. ശരണ്യ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, IMAയുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകും. ഇത്തരത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഈ കൈക്കൂലി വിഷയത്തിൽ IMA അന്വേഷിക്കും എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് സുൽഫി നൂഹ് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ ഇതുവരെ ഇത്രയും ജീവന് വില കൽപ്പിക്കാത്ത ഡോക്ടർമാരെ വെച്ചു പുറപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യം. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പോലീസും ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പും കൃത്യമായൊരു അന്വേഷണത്തിലേക്കോ നടപടിയിലേക്കോ ഇതുവരെ കടന്നില്ല? തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ പിഴവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികളൊന്നും തന്നെ ഇതുവരെ ആ പരാതികൾ മെഡിക്കൽ ബോർഡ് കൂടുകയും ആ ഒരു ആരോഗ്യ വകുപ്പ് വെക്കുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം അതിനകത്ത് ഒരിക്കൽ പോലും രോഗികളുടെ ഭാഗത്ത് അവർക്ക് ഗുണകരമായ അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള കേസുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കോഴിക്കോട് തന്നെ ശസ്ത്രക്രിയക്കിടയിൽ കത്രിക കുടുങ്ങിയ ആ സ്ത്രീക്ക് എത്രമാത്രം സമരം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് ഒരു സർക്കാർ ആശുപത്രിയാണ്. സ്വാഭാവികമായും ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാർ കൂടിയാണ്. കാരണം ഇത്തരത്തിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ നടത്തുന്നത് ഈ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായാണ് അത്തരത്തിൽ ഈ ഒരു ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഒരാൾ മരിക്കുക, അതായത് പൊതുവെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു സാധാരണ സർജറി എന്ന് പറയുന്ന ഒരു കീഹോളാണ് അവിടെ ചെയ്തത്. ആ ഒരു സർജറി എന്ന് പറയുന്നതിനകത്ത് അതിൽ അനസ്തേഷ്യക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഈ കേസിൽ ലോക്കൽ അനസ്തേഷ്യ മാത്രമാണോ ഉപയോഗിക്കേണ്ടത്? ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിച്ച് ചെയ്താൽ ഈ ഹൃദയ സംബന്ധമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുണ്ട്. എല്ലാവരും ഒരേപോലുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ ഈ രണ്ട് പരാതികൾ ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെ സംബന്ധിച്ച് ഉണ്ടാവുകയും രണ്ടുപേർക്കും സമാനമായ രീതിയിൽ കാർഡിയാക് പ്രോബ്ലമാണ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അത് വളരെ ഗൗരവത്തോടെ ആശയുടെ മരണത്തിൽ അന്വേഷണം നടത്തുന്ന സർക്കാർ ഈ വിഷയം കൂടി കൂട്ടി വായിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല അതൊക്കെ നടക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും സാധാരണ തീരദേശത്തുള്ള ആൾക്കാരും ഒക്കെ അവരുടെ ഒരു പ്രസവമോ അല്ലെങ്കിൽ കാര്യങ്ങളുമായി ചെല്ലുന്നത്. പാവപ്പെട്ട ഒരുമാതിരി സാമ്പത്തികമുള്ളവൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ
തീരെ പാവപ്പെട്ടവരാണ് ഇത്തരത്തിലൊരു സർക്കാർ ആശുപത്രിയെ വിശ്വസിച്ച് അവിടേക്ക് എത്തുന്നത്. അവന്റെ ഗതികേടിനെ ചൂഷണം ചെയ്യുന്ന, അത് വിറ്റ് കാശാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഈ ആളുകളുടെ ആരോപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത്, ഈ അഞ്ജലി എന്ന യുവതി അവിടെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ, അതായത് അഞ്ജലിയുടെ പ്രസവം ശസ്ത്രക്രിയക്കിടെ തന്നെ ഗുരുതരമായ കോംപ്ലിക്കേഷൻ ഉണ്ടായി, ECG വേരിയേഷൻ ഉണ്ടായി. അവിടെ അപ്പൊ തന്നെ ആ തിയേറ്ററിൽ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ആ കുടുംബം അഞ്ജലി നമ്മളോട് പറയുന്നത്. അപ്പൊ അതിനിടയിലാണ് വിളിച്ചിട്ട് ഈ പണം വാങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മനസാക്ഷി എങ്ങനെയാണ് എന്നുള്ളതാണ്, ഇവർ എത്രമാത്രം ഈ പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇവരുടെ ആരോപണങ്ങൾ, ഈ കുടുംബം, അതായത് ഒരു മരണപ്പെട്ട കുടുംബവും ഒരു ഗുരുതരമായ മരണാസന്നമായ സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു ഭാര്യ, മടങ്ങിയെത്തിയ ഒരു ഭർത്താവുമാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർക്ക് കള്ളം പറയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ ഈ ശസ്ത്രക്രിയ ടേബിളിലേക്ക് കടക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർ കടക്കുമ്പോൾ പുറത്തു നിന്ന് പണം ചോദിച്ചാൽ അത് ചെയ്യാൻ പോകുന്ന ഡോക്ടറാണ് പണം വാങ്ങുന്നത്. സ്വാഭാവികമായി പേടിച്ച് പണം കൊടുക്കും. അത്തരം ഗതികേടിനെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് തുടർ വാർത്തകൾ നൽകുന്നതാണ്. നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരണ്യ, നന്ദി വിവരങ്ങൾക്ക്.